ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ജീവിത വിജയം എന്നത് കേവലം നമ്മൾ വിചാരിക്കുന്ന ഭൗതിക വിജയം മാത്രമല്ല, അതിലൊതുങ്ങി നിൽക്കുന്നതല്ല. ഇത് നമ്മുടെ ശാരീരിക, മാനസിക, ബൗദ്ധിക, ആത്മീയ മേഖലകളിലുള്ള വിജയമാണ്. അപ്പോൾ വിജയം കൈവരിക്കുക എന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഗസ് വർക്കാണ്, അല്ലെങ്കിൽ ഒരു തരം എന്താ പറയുക, ഒരു മത്സരമാണ്, നമ്മൾ പറയില്ലേ, ഒരു ലക്കാണ്. പരീക്ഷ പാസ്സായി നല്ല മാർക്ക് കിട്ടി, വളരെ എളുപ്പമായിരുന്നു ചോദ്യങ്ങൾ. ആ രീതിയിലുള്ളൊരു വിജയമല്ല ഇത്. ഇവിടെ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പരിശീലിച്ച് അതിൻ്റെ ഒരു നേട്ടമായി വിജയം മാറുക. അപ്പോൾ അതൊരു സമഗ്ര മേഖലയിലുള്ള ഒരു കംപ്ലീറ്റ് വിജയമാണത്. അതാണ് ഇന്ന് നമുക്കില്ലാത്ത പോയത്. ഇന്ന് നമ്മളൊരു ഇംബാലൻസ്ഡ് ലൈഫാണ്. ഇപ്പം നല്ല വായു ശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു എൻവയറമെൻ്റ് എന്ന് പറയുന്നത് അത് മുഴുവൻ പൊല്യൂട്ടഡാണ്. പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ മാനസികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇമോഷണലി നമ്മൾ സ്ട്രോങ് അല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ആകെ തകർക്കുകയാണ്, ഡിസ്റ്റർബ്ഡാണ്. സ്പിരിച്വലി നമുക്ക് അറിയുന്നില്ല എന്താണ് ശരിക്കും ഈശ്വരാനുഗ്രഹം എന്ന്. അതുകൊണ്ട് തന്നെ ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്, ഒരു അമ്പലത്തിൽ നിന്ന് ഒരു അമ്പലത്തിലേക്ക്, അല്ല ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക്. അപ്പം ഈ തരത്തിലൊക്കെ ടോട്ടലി ഒരു കൺഫ്യൂസ്ഡ് സൊസൈറ്റിയാണ് നമ്മൾ. അപ്പം ഇവിടെയാണ് നമുക്ക് ആ വ്യക്തത വരേണ്ടത്. ജ്ഞാനം തന്നെ വേണം. അപ്പം ജീവിതത്തിൽ വിജയിക്കുക എന്നത് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ഇത് മറക്കരുത് നിങ്ങൾ. ജ്ഞാനത്തിലൂന്നിയ വിജയം. ഏത് ജ്ഞാനം? നമ്മളെക്കുറിച്ചുള്ള ജ്ഞാനം. ഇപ്പം നമ്മളെന്ന് പറയുന്നത് അടിസ്ഥാനം നാം ശുദ്ധബോധമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു നിങ്ങളോട്, ഊർജമാണ്. എല്ലാം അറിയുന്ന ഊർജം ബോധ ഊർജമാണ്. രണ്ടാമത്തത്, നാം ഇപ്പോൾ നിൽക്കുന്നത് മനസ്സിൻ്റെ തലത്തിലാണ്. ആ മനസ്സിന് പ്രവർത്തിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരം വേണം. അപ്പം ബോധം, മനസ്സ്, ശരീരം, ഇത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതെങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഒന്ന് സിങ്ക്രണൈസ് ചെയ്യും, ഇതിനെ എങ്ങനെ ആരോഗ്യമുള്ളതാക്കി തീർക്കും. ബോധത്തെ ആരോഗ്യമുള്ളതാക്കി തീർക്കേണ്ട കാരണം ബോധം ആരോഗ്യമുള്ളതാണ്. പക്ഷെ നാം ഇപ്പോൾ ആ തലത്തിലല്ല നിൽക്കുന്നത്. നാം നമ്മുടെ വികാരങ്ങളുടെ പിടിയിലാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ ശ്രേഷ്ഠന്മാരാക്കി മാറ്റാൻ കൃഷ്ണൻ എളുപ്പമാർഗം പറഞ്ഞു തരികയാണ്. ഏതാണത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഒന്നുകൂടി വായിക്കാം. 21-ാമത്തെ 3-ാം ചാപ്റ്ററിൽ, യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ലോകം തത് അനുവർത്തതേ യത് ആചരതി ശ്രേഷ്ഠ. ശ്രേഷ്ഠന്മാർ ഏതാചരിച്ചിട്ടുണ്ടോ അതിനെ ഇതരാജനം അനുവർത്തതേ. അത് ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെയല്ല. ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു, കോവിഡ് കാലത്ത് ചിലയിടത്ത് ഈ തലാഖ് ചൊല്ലുന്ന പോലെ ട്രിപ്പിൾ ലോക്ക്ഡൗണൊക്കെ വെച്ചു. എന്നാൽ ഗവൺമെൻറ്റിന് സത്യപ്രതിജ്ഞയ്ക്ക് 500 പേരാവാണ്. അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു വെച്ചാൽ കല്യാണക്കത്തിൽ എഴുതി, എൻ്റെ കല്യാണത്തിന് എല്ലാവരും പങ്കെടുക്കണം എന്നല്ല, എൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് എല്ലാവരും പങ്കെടുക്കണം എന്ന്. അപ്പോൾ ആരും ചോദിച്ചു, സുഹൃത്തെ കല്യാണം സത്യപ്രതിജ്ഞയല്ലല്ലോ. അല്ല, കല്യാണം ആകുമ്പോൾ 20 പേർക്കേ പറ്റില്ല, സത്യപ്രതിജ്ഞയ്ക്ക് 500 പേര് പറ്റുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഏത് ആചരതി, ഇതൊക്കെ ജനങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾ നേതാക്കന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. എന്തെല്ലാം പ്രോട്ടോക്കോൾ ലംഘനങ്ങളാണ് രാഷ്ട്രീയമായി കഴിഞ്ഞാൽ ചെയ്യുന്നത്. അവർക്ക് സാധാരണക്കാരുടെ ജനങ്ങളുടെ നിയമങ്ങളൊന്നും ബാധകമല്ല. അവർ നിയമം ഉണ്ടാക്കുകയാണ്, നിയമം പാലിക്കുന്നവരല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ കുറേ കഴിഞ്ഞാൽ അവരെ മറക്കുന്നതും വെറുക്കുന്നതും ഒക്കെ. ഒരാവേശത്തിൽ അവരെ ജയിപ്പിച്ചു വിടും. പൂന്താനം പറഞ്ഞ പോലെ തോളിൽ മാറാപ്പ് കയറ്റും, അത് കഴിഞ്ഞാൽ താഴെ ഇറക്കി ആ മാറാപ്പോടുകൂടി താഴെ ഇറക്കുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ്. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നു, പിന്നെയും അവർ തണ്ടിലായി മാറും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവരെ തണ്ടൊടിക്കാനും സമൂഹത്തിന് സാധിക്കും. അപ്പോൾ ഇവിടെ ഭാരതത്തിൻ്റെ ഋഷിവര്യന്മാർ നമ്മളോട് ആചരിക്കാൻ പറഞ്ഞത് ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതാണ്. ആചരിക്കേണ്ടത് അറിവിനെ ആചരിക്കണം. അറിവാണ് ഗുരു.
ജ്ഞാനമേവ ഗുരു. അതൊരു വ്യക്തികളെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യല്ല. കാരണം വ്യക്തികൾക്ക് എന്തെല്ലാം, എല്ലാവർക്കും എന്തെങ്കിലും ചില കുറവുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ അവധൂതന്മാരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിലാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, പണ്ട് കേരളത്തിലൊരു അവധൂതനുണ്ടായി, നാറാണത്ത് പ്രാന്തൻ. അവധൂതൻ എന്ന് പറഞ്ഞാൽ സാക്ഷാത്കാരത്തിൻ്റെ ഔന്നത്യത്തിൽ ജീവിക്കുന്ന ഒരു ഹൈ ഇവോൾഡ് സോളായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്തു കുടിച്ചാലും അതൊന്നും ശരീരത്തിൽ ഏൽക്കില്ല. കാരണം ശരീരഭാവത്തിൽ നിന്നും ഉയർന്ന ഒരു മഹാനായിരുന്നു. ഒരിക്കലും ദാഹിച്ചപ്പോൾ ഇദ്ദേഹം ഒരു സ്ഥലത്തൂടെ പോകുക. അപ്പോൾ ഒരു കള്ള് എത്തി ഒരുതം പോകുന്നു. അവനോട് വെള്ളം ചോദിച്ചു. അവൻ്റെ കയ്യിൽ കള്ളേ ഉള്ളൂ. അപ്പോൾ അവൻ കൊടുത്തു. അദ്ദേഹം അത് കുടിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ട ഒരു ശിഷ്യന് തോന്നി ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയാൽ നല്ല കള്ളൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ശിഷ്യൻ ആയി നടക്കുന്ന അവൻ പറഞ്ഞു, എനിക്കും ദാഹിക്കണു. ഓ, കള്ള് മേടിച്ച് അവനും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വീണ്ടും ഇങ്ങനെ നടന്നപ്പോൾ ശിഷ്യനും പോവുകയാണ്. ഒരിടത്തെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും ദാഹം വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു കൊല്ലൻ്റെ ആല കാണുന്നുണ്ട്. ഇരുമ്പെല്ലാം പഴുപ്പിച്ച ഇരുമ്പിനെ അവിടുത്തെ ഒരു ചെറിയൊരു മണ്ണിലൊരു കുഴി കുത്തി വെള്ളം കെട്ടി നിർത്തി അതിലേക്കാണ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ചളിയും ഇരുമ്പും ഒക്കെ പിടിച്ചുള്ള ഒരു കറുത്ത വെള്ളം, കാളകൂട വിഷം പോലെ. അവിടെ ചെന്ന് വെള്ളം ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് കുടിക്കാൻ വെള്ളമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വീട് കുറച്ച് ദൂരെ അവിടെ നിന്ന് കൊണ്ടുവരാം. അതിൻ്റെയൊന്നും ആവശ്യമില്ല, ആ ഇരുമ്പ് പഴുപ്പിച്ച ആ വെള്ളം എടുത്ത് ഒറ്റ കുടിക്കൽ. ഇത് കണ്ടപ്പോൾ ശിഷ്യൻ ജീവനും കൊണ്ടൊരു കൂട്ടം കള്ളമൊക്കെ ഇത് നമ്മൾ കുടിച്ചാൽ ശരിയാവില്ല. അപ്പം അവധൂതന്മാരെ നമുക്ക് പിന്തുടരാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിത ഭാഷയൊക്കെ വേറെയാണ്. അവർ ചിരിക്കും, കളിക്കും, രസിക്കും. അവർ വേറെ ഭാഷയിലാണ് സംസാരിക്കുക. അപ്പം നമുക്ക് ആരെ പിന്തുടരാൻ പറ്റുക? നമുക്ക് പിന്തുടരാൻ പറ്റുന്നവരൊക്കെ അവർക്കൊക്കെ ഓരോരോ വ്യക്തിത്വങ്ങളുണ്ടല്ലോ. അപ്പം അവർ ചെയ്യുന്നത് മുഴുവൻ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞു, അറിവിനെ പിന്തുടരൂ, അറിവായിരിക്കട്ടെ ഗുരു. നിങ്ങൾക്ക് അറിവുണ്ടാകണം. കാരണം വ്യക്തികളെയൊക്കെ പിന്തുടരുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു കുറവുകൾ നമുക്ക് തോന്നും. അപ്പം അതുകൊണ്ട് അറിവാണ് ഗുരു. അതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ജ്ഞാനമേവ ഗുരു. ജ്ഞാനത്തെയാണ് ചിന്മയം വ്യാപിയ സർവം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനമാണ് ഗുരു. അതിനെയാണ് പിന്തുടരേണ്ടതെന്ന് ഗുരുസ്തോത്രം പഠിപ്പിക്കുക. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് നീ എന്നെ പിന്തുടരണം എന്നല്ല, ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണം എന്നല്ല. ഹിന്ദുമതത്തിൻ്റെ മഹത്വം അവിടെയാണ്. നമ്മൾ അച്ഛനമ്മമാർ മനസ്സിലാക്കുക. കുട്ടികളെ കൊണ്ട് ബ്ലൈൻഡ്ലി നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഫോളോ ചെയ്യിക്കുക, അതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ ജ്ഞാനം പറഞ്ഞു കൊടുക്കും. അതാണ് കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചത്. അർജുനനോട് ഒരിക്കലും പറയില്ല നീ എന്നെ പിന്തുടരണം, മീൻസ് ഞാൻ പറഞ്ഞത് അനുസരിക്കണം. ഗീതയിലെ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാം അർജുനനോട് പറയുന്നത്, ഇതിതേ ജ്ഞാനമാക്യാതം ഗുഹ്യാൽ ഗുഹ്യതരം മയാ. ഞാൻ നിനക്ക് ജ്ഞാനം, ഇതിൻ്റെ എല്ലാം ജ്ഞാനം പറഞ്ഞു തന്നു. വിമർശയേദശേഷേണ യഥ ഇച്ഛസി തഥാ കുരു. നീ അതിനെ പ്രോപ്പറായി അനലൈസ് ചെയ്തിട്ട് നിനക്ക് ഉചിതമായത്, നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആചരിച്ചാലും കുരു ചെയ്താലും. വിമർശയേത് അശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. അപ്രകാരം നീ ചെയ്താലും. തന്നെ പിന്തുടരണം എന്നല്ല പറഞ്ഞത്. അതാണ് കൃഷ്ണൻ്റെ മഹത്വം. രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞത്, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്നെ പിന്തുടരണം. അദ്ദേഹം മറ്റൊരു അവധൂതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു ജ്ഞാനമാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദ ജ്ഞാനത്തെ ഊന്നിക്കൊണ്ട് പറഞ്ഞത്. ഉത്തിഷ്ഠത ജാഗ്രത, റൈസ് ആൻഡ് അവേക്കൻ ടു ദ വിസ്ഡം എന്നാണ്. ഇമോർട്ടാലിറ്റി ഈസ് യുവർ ബർത്ത് റൈറ്റ് എന്നാണ്. നിങ്ങളുടെ ആത്മജ്ഞാനത്തെ മനസ്സിലാക്കൂ. നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ ശക്തിയെ, നിങ്ങളുടെ സ്വരൂപത്തെ, നിങ്ങളുടെ യഥാർത്ഥമായ ആത്മഭാവത്തെ നിങ്ങൾ മനസ്സിലാക്കും. അപ്പം ഇങ്ങനെ നാം നമ്മളുടെ സ്വരൂപത്തെ മനസ്സിലാക്കി ഈ ജ്ഞാനം ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ പറയില്ലേ, ആ അറിവിനെയാണ്. ഞാൻ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോകണം.
കാരണം അവിടെ ശുദ്ധമായ ഓക്സിജൻ കിട്ടും. എൻ്റെ ലങ്സിലേക്ക് ശുദ്ധമായ ഓക്സിജൻ എന്നാലേ എൻ്റെ ബ്ലഡിലേക്ക് അത് എത്തുള്ളൂ. അപ്പോഴേ എനിക്ക് പ്രതിരോധ ശക്തി ഉണ്ടാകും. ഞാൻ എന്തിനാണ് അമ്പലത്തിൻ്റെ അകത്ത് പോകുന്നത്? എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു ചിന്തയിൽ തന്നെ ഉറപ്പിക്കണം. അതെന്തിനാണ്? എൻ്റെ മനസ്സ് വിഷമങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ അത് തന്നെ അയവിറക്കും. അപ്പോൾ അതിൽ നിന്നും മനസ്സിനെ മന്ത്രത്തിലേക്ക് തിരിച്ചുവിടുമ്പോൾ ഈ ദുഃഖങ്ങൾ അയവിറക്കുന്ന ആ ഒരു ദൗർബല്യം എന്നിൽ നിന്ന് മാറുമ്പോൾ, ദൗർബല്യം ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും തളർത്തുന്നത്. അതെന്നെ കൂടുതൽ സങ്കോചിപ്പിക്കുന്നത്. അതാണ് എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്നത്. അതാണ് എൻ്റെ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത്. അതാണ് എൻ്റെ പാൻക്രിയാസിനെ ബാധിക്കുന്നത്. അതിൻ്റെ പേരാണ് ടെൻഷൻ, സ്ട്രെസ്സ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ. അപ്പോൾ ഈ തരത്തിലുള്ള ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നവും എന്നെ അലട്ടാതിരിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിനെ നാമചിന്തകളിലേക്ക് തിരിച്ചുവിടാനുള്ള കഴിവും ശക്തിയും വേണം. അത് ഡെവലപ്പ് ചെയ്യാനാണ്, വികസിപ്പിക്കാനാണ് ക്ഷേത്രത്തിൽ പോകും. അപ്പോൾ ഈ തരത്തിൽ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആചരിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ വഴിതെറ്റിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ബോധ്യമാണ്, അവർക്കത് കൺവിൻസ്ഡ് ആണ്, അവർക്കത് എക്സ്പീരിയൻസ്ഡ് ആണ്. കാരണം അവർക്ക് ആരോഗ്യമുണ്ട് എന്നുള്ളത് അവരുടെ സ്വന്തം അനുഭവമായിരിക്കും. സത്യത്തിൽ ഇന്ന് ഇത്രയും ഈ കോവിഡ് പ്രശ്നമുണ്ടാക്കിയതിന് കാരണം നാം ഇതൊന്നും അനുഷ്ഠിക്കാതെ പോയതുകൊണ്ടാണ്. ശരിക്കും ഇനിയുള്ള കുട്ടികളെ നമുക്ക് രക്ഷിക്കണമെങ്കിൽ നമ്മുടെ തലമുറകൾ കാണിച്ചു തന്ന അറിവിൻ്റെ മാർഗത്തിലൂടെ ആചരണത്തിലേക്ക് നാം കടക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്, എൻവയറമെൻ്റ് ഉണ്ട്, പക്ഷേ നമ്മളതിനെ ഉപയോഗപ്പെടുത്താൻ പഠിച്ചിട്ടില്ല. ഒന്നുകിൽ നമ്മളത് ബ്ലൈൻഡ്ലി, നിങ്ങൾ കണ്ടു കാണാം, വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ തന്നെ അമ്മമാർ കുട്ടികളെ നേരെ അങ്ങോട്ട് അകത്തേക്കാണ് പോവുക. പ്രദക്ഷിണം വയ്ക്കുന്ന പ്രശ്നമില്ല. ഹേയ്, ദൈവത്തോട് നേരിട്ട് കാര്യം പറയുക, എന്നിട്ട് തൊഴുതു പോവുക. ഇപ്പോൾ പരീക്ഷയൊക്കെ ദൈവം നോക്കിക്കോളും എന്നുള്ളത് കുട്ടികളെ അന്ധമായി പഠിപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിക്കുന്നത്, ജപിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഒരു 10-21 പ്രാവശ്യം അവിടുന്ന് ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ച് കുറച്ച് നേരം കണ്ണടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കാനാണ്. അതൊന്നും ഈ അമ്മയ്ക്ക് അറിയില്ല, പാവം. അതുകൊണ്ടാണ് അവരിങ്ങനെ എന്താ പറയുക, ഒരു കഴുതയുടെ പിന്നാലെ വേറെ കഴുത എന്ന് പറഞ്ഞ പോലെ അവരെന്തോ പ്രസവിച്ചു, ആ കുട്ടി ഇനി നേരെയാവണം, അത് ദൈവത്തിനെ അവിടെ ശുപാർശ ചെയ്യണം. ഭർത്താവ് വിചാരിച്ച നേരെയാവില്ല, എന്നാൽ പിന്നെ ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ തിരുമേനി പറയും ചെയ്തു, തിങ്കളാഴ്ച തൊഴുതാൽ ദൈവം നോക്കിക്കോളുന്നു. അങ്ങനെ ഒരു കൊട്ടേഷൻ എടുത്ത് വന്നിരിക്കുകയാണ് അവർ, ദൈവത്തെ കൊണ്ട് കുട്ടിയെ നേരെയാക്കാൻ. അങ്ങനെയൊക്കെ കുട്ടികളെ നേരെയാക്കാൻ പോയ കുട്ടികളാണ് പിന്നീട് ഏതെങ്കിലും വേറെ മതത്തിലുള്ള ആളുകളെ കല്യാണം കഴിച്ചിട്ട് അവർ സ്ഥലം വിടുക. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുട്ടികളെ. കാരണം അവർക്കിതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ അവരെ തെറ്റു പഠിപ്പിച്ചു. പ്രാർത്ഥന എന്നുള്ളൊരു വാക്ക് ദയവ് വിചാരിച്ച് കുട്ടികളെ പഠിപ്പിക്കരുത്. ജപിക്കുക. ജപിക്കുന്ന എന്തിനാണ്? മനസ്സിനെ ഏകാഗ്രം. മനസ്സ് കെട്ടടങ്ങുമ്പോൾ ബുദ്ധി വികസിക്കും. ബുദ്ധി എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ബുദ്ധിയുടെ മുകളിൽ ഈ മനസ്സ് അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യണം. സൂര്യനെ മറയ്ക്കുന്ന കാർമേഘം പോലെ. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ കൊണ്ട് ആചരിപ്പിക്കുമ്പോൾ യത് ആചരതി ശ്രേഷ്ഠ. അപ്പോൾ ആരാ ശ്രേഷ്ഠന്മാർ? അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് ഓരോന്നും എന്തിനാണ് ആചരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ആചരിക്കുന്നവരാണ് ശ്രേഷ്ഠന്മാർ. ഈ അറിവിനെയാണ് അടുത്ത തലമുറകളിലേക്ക് പകർത്തേണ്ടത്, അല്ലെങ്കിൽ പകർന്നു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതരാജന തത് അനുവർത്തതേ, അവരും അറിവിനെ പിന്തുടർന്നുകൊള്ളും. ഇപ്പം നമുക്ക് അറിവും അഭ്യാസവും അല്ലെങ്കിൽ അറിവും ആചരണവും ഇത് നമുക്കുണ്ടാവട്ടെ. അറിവിനെ ആചരിക്കുന്നൊരു സംസ്കാരത്തിലേക്ക് ഹിന്ദുമതം തിരിച്ചു പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും സർവശ്രേഷ്ഠമായൊരു സംസ്കാരമായി ഹിന്ദുമതം നിൽക്കും. കാരണം ഇത്രയും അറിവുള്ളൊരു മതം ലോകത്തിലില്ല. ഇത്ര ഡെപ്ത്, പ്രൊഫൗണ്ട് വിസ്ഡമുള്ളൊരു മതം ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്തുണ്ടാവുന്നുണ്ടോ അതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യാസോച്ഛിഷ്ട ജഗത്സർവം എന്ന് പറഞ്ഞത്. എന്ത് ഈ ലോകത്തിൽ ആര് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ടോ അതിതിലുണ്ട്. നോക്കൂ നിങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാൻ ആവർത്തിക്കുകയാണ്, ഇതൊന്നും പുതിയത് പറയല്ല. ഐൻസ്റ്റീൻ പറഞ്ഞു, നീദർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. ഊർജ്ജത്തെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, നശിപ്പിക്കാനും. ഗീതയിലെ 2-ാം അധ്യായത്തിൽ 28-ാം ശ്ലോകം നമ്മൾ ആവർത്തിച്ചാണ്, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാനീവ തത്ര കാ പരിദേവന. ഇതെല്ലാം അവ്യക്തമായ ഊർജ്ജത്തിൽ നിന്നും വന്നതാണ്. ഇനി ഇതിനപ്പുറം എന്താ പറയേണ്ടത്?
വീണ്ടും ന്യൂട്ടൻ്റെ തിയറി പറയുന്നു ഗ്രാവിറ്റി, ആകർഷണ ശക്തി. കൃഷ്ണന് പേര് തന്നെ കൃഷ്ണൻ എന്നാണ്. കർഷേതീതി കൃഷ്ണ എന്നാണ്. ആകർഷിക്കുന്നവൻ കൃഷ്ണൻ എന്നാണ്. ഭൂമിക്ക് എന്തുകൊണ്ടാണ് ഭൂമി എന്നുള്ള പേരിട്ടത്? അതിന് ഭൂമിക ആകർഷണമാണ്. ഇത് ആകർഷണ ശക്തിയിലാണ്. ഇത് എന്താ പറയുക, എല്ലാറ്റിനെയും അതിൻ്റെ ഭൂഗുരുത്വ ആകർഷണ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ ഈ യൂണിവേഴ്സ് ഇതൊരു ചക്രരൂപത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കും. ഏവം പ്രവർത്തിതം ചക്രം. നിങ്ങൾക്ക് എത്ര ശ്ലോകം അവിടുന്ന് ഇവിടുന്ന് കോട്ട് ചെയ്യണോ അതൊക്കെ ഞാൻ കോട്ട് ചെയ്ത് തരാം. അപ്പം മോഡേൺ സയൻസ് കണ്ടുപിടിക്കുന്നതൊക്കെ ഭാരതീയ ഋഷിവര്യന്മാർ പണ്ട് മനസ്സിലാക്കിയിരുന്നെങ്കിലും അത് ഇന്നത്തെ രീതിയിൽ ശാസ്ത്രീയമായി കാൽക്കുലേഷനിൽ പറഞ്ഞു തരാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അന്നത്തെ ആളുകൾക്കത് പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കാം. ഇന്ന് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അതിന് ഹൈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വേണം. അപ്പം അതുകൊണ്ട് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ വളരെയധികം ഗവേഷണം നടത്തി കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇത് മാത്തമാറ്റിക്കൽ ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. മറ്റത് അവരത് അവരുടെ ഒരു ഓൺ എക്സ്പീരിയൻസിൽ ഒബ്സർവേഷനിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാരതത്തിലെ ഋഷിവര്യന്മാർ എന്ത് നമുക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ടോ അത് നമ്മളെ ഉത്കൃഷ്ടതയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ദുഃഖമില്ലാത്തൊരു ജീവിതം വേണം, സന്തോഷമുള്ളൊരു ജീവിതം വേണം. അതിനിതാണ് വേണ്ടത്: ആരോഗ്യമുള്ളൊരു മനസ്സ്, ആരോഗ്യമുള്ളൊരു ശരീരം. ഇത് രണ്ടും നമ്മൾ രൂപപ്പെടുത്തുന്നില്ലെങ്കിൽ ദുഃഖിക്കാനേറെ വകയുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത്, ഹോ എന്താ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, നല്ല വീടുണ്ട്, കാറുണ്ട്. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഈ സുഖം നിങ്ങൾ കുറച്ച് കാലമൊക്കെ അനുഭവിക്കും. കണ്ടില്ലേ നിങ്ങൾ പെടഞ്ഞ് മരിക്കുന്നത് ഡൽഹിയിലും ബോംബെയിലൊക്കെ രണ്ടാം തരംഗത്തിൽ ഒക്കെ AC റൂമിൽ കടന്ന് ശീലിച്ചവരാ. എന്താ സുഖമായിരുന്നില്ലേ ജീവിതം. പക്ഷേ ലങ്സ് വീക്കായിരുന്നു, ബ്ലഡിൽ വേണ്ടത്ര ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രതിരോധവും കുറഞ്ഞ് കോവിഡ് വന്ന് അടിച്ചപ്പോൾ ഓക്സിജന് വേണ്ടി നെട്ടോട്ടം ഓടേണ്ട ദുരിതമുണ്ടാക്കി വെച്ചില്ലേ അവർ. ഇതിന് നിങ്ങൾ കോവിഡിനെ കുറ്റം പറയരുത്, സെൻട്രൽ ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറയരുത്, അവനവൻ്റെ ജീവിത രീതിയെ കുറ്റം പറയണം. കാരണം പണ്ട് കാലത്തുള്ളവർ കാലത്തെണീക്കാൻ പറഞ്ഞൊക്കെ നമ്മളെ ശീലിപ്പിച്ചിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നു. ഈ സൗകര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ മറന്നു. നിങ്ങൾ നോക്കൂ, രാവിലെ എണീറ്റ് യോഗ ചെയ്യുന്നവർ എത്ര പേരുണ്ട്, രാവിലെ എണീറ്റ് ഓടുന്നവർ എത്ര പേരുണ്ട്, നടക്കുന്നവർ എത്ര പേര്, ഇപ്പൊക്കെ കൂടി. ഇപ്പോഴെല്ലാം മാറ്റങ്ങൾ വന്നു. കാരണം പേടിയായി, ഇന്നിപ്പോൾ പേടിയായി. ഇപ്പം ഡൽഹിയിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടുള്ളത്, ഡോക്ടർമാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, ഷുഗർ പ്രോബ്ലം ഉള്ളവർ, കിഡ്നി പ്രോബ്ലം ഉള്ളവർ, ഹാർട്ട് പ്രോബ്ലം ഉള്ളവർ കെയർ ചെയ്യണം. നിങ്ങളാണ് ഇരകൾ, നിങ്ങളെയാണ് രോഗം ബാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ യോഗ ചെയ്യണം, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് നടക്കണം. ഇപ്പോൾ അവരൊക്കെ യോഗയും രാവിലെ നടത്തുമൊക്കെ ആയിട്ട് പഠിച്ചു. കാരണം എല്ലാവർക്കും ഹാർട്ട് പ്രോബ്ലമോ അല്ലെങ്കിൽ BP-യോ ഷുഗറോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരാ. അവരെയാണ് കോവിഡ് ഇരകളാക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണം, ഈ രോഗങ്ങളൊക്കെ വരുന്നത് കുറേയൊക്കെ നമ്മുടെ സുഖജീവിതത്തിലാണ്. അപ്പോൾ സുഖത്തിൻ്റെ പിന്നിൽ വലിയ ദുഃഖമുണ്ടെന്ന് അറിയണം. അപ്പോൾ അതിനെന്താ വഴി? നാം ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. അതിന് കാലത്തെണീക്കണം. അതിന് നല്ല ക്ഷേത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. രാവിലെ പോയി പ്രദക്ഷിണം വയ്ക്കാൻ അവിടെ ആൽവൃക്ഷമുണ്ട്, നല്ല ശുദ്ധമായ ഓക്സിജൻ കിട്ടും. അന്തരീക്ഷം അങ്ങനെ ശുദ്ധീകരിച്ച് വെച്ചിരിക്കുകയാണ് ആൽവൃക്ഷം. ഇതിന് വലിയൊരു ക്ലിനിക്ക് വേറെ ഉണ്ടോ? ഓക്സിജൻ ക്ലിനിക്ക്. കാരണം അതിൻ്റെ ഇലകൾ ഇളക്കി അന്തരീക്ഷത്തിലുള്ള എല്ലാ എന്താ പറയുക കെട്ടിക്കിടക്കുന്ന അശുദ്ധവായുവൊക്കെ മാറ്റി അവിടെ ഇങ്ങനെ ഓക്സിജൻ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആൽവൃക്ഷം ക്ഷേത്രത്തിൽ വെച്ചത്. അതൊരു വലിയ ഓക്സിജൻ സപ്ലയറാണ്. അപ്പോൾ അവിടെ ചെന്ന് ഒരു 10-11 പ്രാവശ്യം ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നിങ്ങളുടെ ലങ്സിന് നിങ്ങൾ ആയുസ് കൂട്ടുകയാണ്, ആരോഗ്യം കൂട്ടുകയാണ്. ഇതുപോലെയാണ് ക്ഷേത്രത്തിൻ്റെ അകത്ത് നിന്ന് ജപിക്കുമ്പോൾ, ഓങ്കാരവും മന്ത്രങ്ങളും ജപിക്കുമ്പോൾ മനസ്സിൻ്റെ ശക്തി കൂട്ടുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആചരിക്കണം. അങ്ങനെ നാം കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആചരിക്കുമ്പോൾ നമ്മളും ശ്രേഷ്ഠന്മാരാവും. ഇതരാജന തത് അനുവർത്തതേ, മറ്റുള്ളവരും അത് അനുവർത്തിക്കും. സയത് പ്രമാണം കുരുതേ, അത് പ്രമാണമാവും. പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളെ മറ്റുള്ളവർക്ക് ആചരിക്കാനുള്ള ഒരു അടിസ്ഥാന രേഖയാവും.
ഇവരെന്തിനാണ് ഇതൊക്കെ ആചരിച്ചത്, ഈ കാരണത്താലാണ് എന്നൊരു അറിവ് പ്രമാണമായി മാറും. അപ്പോൾ തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട അറിവ്, ആ അറിവാണ് നാം ഇന്ന് വീണ്ടെടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത്. ഞാനിത് ചെയ്യുന്നത് ഇതിനാണ് എന്നൊരു വ്യക്തത നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ എന്തിനാ രാമായണം വായിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കർക്കിടകത്തിൽ രാമായണം വായിക്കാൻ പറഞ്ഞു, അവിടെ ഞാൻ വായിക്കണു. എന്തിനാ ഭാഗവതം വായിക്കണമെന്ന് വെച്ചാൽ മോക്ഷം കിട്ടുന്നത്. ഇപ്പം എന്താ ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ ആർക്കറിയാം, എന്തായാലും ചാവല് തന്നെയാണെന്ന്. ഈ തരത്തിലൊക്കെ ഉള്ള ഒരു വിവരവും ഇല്ലാതെ അന്ധമായി നമ്മൾ പലതും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്കതിൽ സുഖം കണ്ടെത്താൻ പറ്റിയാൽ പോലും അടുത്ത തലമുറയിലേക്ക് വേണ്ടുന്ന ജ്ഞാനം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അവർ വഴിതെറ്റിപ്പോവും. അപ്പോൾ തലമുറകളെ വഴിതെറ്റിക്കുന്നതിൻ്റെ പ്രധാന കാരണം വേണ്ട അറിവ് വേണ്ടതുപോലെ പകർന്നു കൊടുത്ത് വേണ്ടത് ആചരിക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറയില്ലേ, ആചരണം പലതും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അറിവിനെ നമ്മൾ പകർന്നു കൊടുക്കുന്നില്ല. ഇന്നത്തെ ആധുനിക ജീവിതത്തിലേക്ക് വേണ്ടുന്ന രീതിയിലുള്ള അറിവ് അത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഫ്രീ വില്ലിൽ ജീവിക്കുന്നവരാണ്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു നിങ്ങളോട്, നമ്മളൊരിക്കലും ഡെസ്റ്റിനിയെ കുറ്റം പറയരുത്. സ്വാതന്ത്ര്യമുണ്ട്. കിടന്നുറങ്ങാൻ ഡെസ്റ്റിനി പറയുന്നുണ്ടോ? വിധി പറയുന്നുണ്ടോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാലത്തെണീക്കാം, വേണമെങ്കിൽ യോഗ ചെയ്യാം, വേണമെങ്കിൽ അമ്പലത്തിൽ പോകാം, വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ വേണ്ടാന്ന് വെച്ച്, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചുകൊണ്ട് ആർക്കാ നഷ്ടം? വിധിയെ കുറ്റം പറയും, എന്നെ എങ്ങനെയാക്കിയത് എൻ്റെ വിധി, എൻ്റെ കഷ്ടകാലം. വിധിയല്ല, നിങ്ങളുടെ ദൗർബല്യമെന്ന് അംഗീകരിക്കണം. നിങ്ങളൊരിക്കലും നിങ്ങളുടെ ഫ്രീ വില്ലിനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ, നിങ്ങളുടെ ബോധ സ്വാതന്ത്ര്യത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല. കാരണം ദൗർബല്യങ്ങൾ അവിടെ പിടിച്ചു വെച്ചു നമ്മളെ. ആലസ്യം പറഞ്ഞു കിടന്നുറങ്ങിക്കോളൂ. അതുപോലെ തന്നെ അസ്വസ്ഥതകൾ പറഞ്ഞു, മനസ്സിനെ അങ്ങനെയൊന്നും നേരെയാക്കണ്ട, ഇങ്ങനെയൊക്കെ തന്നെയാണ് പോട്ടെ. ആഗ്രഹങ്ങൾ പറഞ്ഞു, കിട്ടുമ്പോൾ അത് മാത്രം ആസ്വദിച്ച് ജീവിച്ചാൽ മതി, സുഖജീവിതമാണ് ലക്ഷ്യം, അടിച്ചുപൊളിച്ച് ജീവിക്കലാണ് ലക്ഷ്യം എന്ന്. ഓ, ഞാൻ അങ്ങനെയൊക്കെയാണ് ജീവിച്ചു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത്, ആ രീതിയിലുള്ള ജീവിതം എന്നെ കൊണ്ടെത്തിക്കുന്നത് നിത്യനരകത്തിലാണെന്ന്. അപ്പം അതുകൊണ്ട് ഈ ഒരു ശ്ലോകം നമുക്ക് വളരെയധികം ആഴത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. യദ്യദാചരതി ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ ഡോണ്ട് ബ്ലൈൻഡ്ലി ഫോളോ എനിവൺ. ഈവൻ ഗുരുവാവട്ടെ, നിങ്ങൾ ഏത് ഗുരുവിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നു അത് ബ്ലൈൻഡ്ലി ചെയ്യരുത്. ഇപ്പോൾ ഒരു ഗുരു എന്നോട് പറഞ്ഞു ശ്വാസം മേലോട്ടും താഴോട്ടും എടുക്കാൻ 15 പ്രാവശ്യം. നിങ്ങളങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾക്കത് അറിവില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്കതിനോട് മടുപ്പ് തോന്നും, നിങ്ങൾ വേറെ ഗുരുവിനെ അന്വേഷിക്കും. ഇപ്പം നിങ്ങൾക്ക് അറിവുണ്ടോ? എല്ലാ ഗുരുക്കന്മാരും നമ്മളെ ഉയർത്താനുള്ള വഴികളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു ഗുരുവും മോശവും മറ്റൊരു ഗുരു ശ്രേഷ്ഠനുമല്ല. എല്ലാ ഗുരുക്കന്മാരിലും പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ടായിരിക്കാം. കാരണം മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അറിവ് ഗ്രഹിച്ചുകൊണ്ട് നമുക്കിതിൽ അനുയോജ്യമായിട്ടുള്ളത് നമ്മൾ പകർത്തിയെടുത്ത് എൻ്റെ ശരീരത്തിന് പറ്റുന്നത്, എൻ്റെ ജീവിതത്തിന് പറ്റുന്നത് അത് ഞാൻ പകർത്തിയെടുത്ത് ഞാൻ അനുഷ്ഠിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു സന്തുഷ്ടി ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞേ, യസ്ത്വാത്മരതിരേവസ്യാൽ ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേവാത്മനാ തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. ആ ഒരു ആത്മസന്തുഷ്ടി അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പലപ്പോഴും നമ്മുടെ കുട്ടികളിലേക്ക് ഇത് നമുക്ക് വേണ്ട വിധത്തിൽ പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എനിക്ക് അധ്യാപകരോടും പറയാനുള്ളത്, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നാം വിദ്യാഭ്യാസത്തിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്താഹാരം കഴിക്കണം എന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇന്ന് കുട്ടികൾ കടകളിൽ നിന്ന് കിട്ടുന്ന ലേസും അതുപോലുള്ള പല സോൾട്ടഡ് സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അവരെ ശരീരത്തിൽ സോൾട്ട് കൂടിക്കഴിഞ്ഞാൽ, സോഡിയം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുക്കൾ, അതുപോലെ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ, ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുക്കൾ, ഇതൊക്കെ നാം ഇന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. എത്രത്തോളം ഗ്ലൂക്കോസ് ശരീരത്തിൽ മധുരമാവാം, എവിടം കൊണ്ട് നിർത്തണം, ഈ തരത്തിലൊക്കെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിന്, ഇന്നത്തെ വെല്ലുവിളികൾക്കനുസരിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം നാം
വലിയ എന്താ പറയുക അറിവ് നേടുമ്പോഴേക്കും കണ്ണുകൊണ്ട് പോലും കാണാൻ സാധിക്കാത്ത സാധാരണ ഒരു വൈറസിന് നമ്മളെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കാൻ സാധിക്കുമെങ്കിൽ ഒരു വൈറസിനെ പോലും നേരിടാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതിയിൽ എന്ത് വിദ്യാഭ്യാസമാണ് നമ്മൾ നേടുന്നത്? ചിന്തിക്കൂ. അപ്പം നമ്മുടെ അടിസ്ഥാനം മറന്നുകൊണ്ട് എന്ത് ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല. അടിത്തറ ഇല്ലാത്തൊരു വീട് എങ്ങനെ കെട്ടിപ്പൊക്കാൻ പറ്റും? അതുപോലെയാണ് മാനസിക ശാരീരിക ആരോഗ്യമില്ലാത്ത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് വെറും പൊങ്ങച്ചമാണ്. അത് വെറും മനുഷ്യനെ സംബന്ധിച്ച് യൂസ്ലെസ് ആണ്. കാരണം അവൻ്റെ ജീവിതമില്ലാത്തവൻ എൻജിനീയറും ഡോക്ടറുമായിട്ട് നമുക്ക് എത്ര ജീനിയസുകളെയാണ് ഈ കോവിഡ് കൊണ്ട് നഷ്ടപ്പെട്ടത്. അതെങ്കിലും നമുക്ക് ഉൾക്കൊണ്ടുകൂടെ? അതുകൊണ്ട് ഈ യദ്യതാചരതി ശ്രേഷ്ഠ എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. ആചരിക്കേണ്ടത് ജ്ഞാനത്തെയാണ് ഗുരുവായി കാണേണ്ടത്. ജ്ഞാനത്തെ ഗുരുവായി കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ ശ്രേഷ്ഠാഭവതി, ശ്രേഷ്ഠന്മാരാവും. ഇതരാജന മറ്റുള്ളവരിലേക്കും ജ്ഞാനത്തെ പകർന്നു കൊടുത്തുകൊണ്ട് നാം ആചരണത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുമ്പോൾ തത് അനുവർത്തതേ, ഇതരാജന തത് അനുവർത്തതേ, അവരും അത് അനുവർത്തിക്കുന്നു. അങ്ങനെ പരസ്പരം ഭാവയന്ത്, പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് നേടിയും അറിവ് പകർന്നും നമ്മൾ സമൂഹത്തെ നയിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ളൊരു മനസ്സും ആത്മീയതയിലൂന്നിയൊരു ജീവിതവും കൊണ്ട് ധന്യമാവും. അതാണ് കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം അതിന് നമുക്ക് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ്, നാം ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അനന്തരഫലം എന്നത് അടുത്ത 3 ശ്ലോകങ്ങളിലൂടെ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരികയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരിയോ.